ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ആക്ഷൻ കോമഡി പടം വന്നിട്ടുണ്ട്. നല്ല കിടിലം പടമാണ്. കാരണം ഒരു ഫുൾ ഓൺ ഫ്ലൈറ്റിനകത്ത് നടക്കുന്ന ഒരു ക്ലോസ്ഡ് സ്പേസിനകത്ത് നടക്കുന്ന ആക്ഷൻ സീക്വൻസുകളാണ് സിനിമയിൽ കാണിച്ചു വരുന്നത്. സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു ഗോസ്റ്റ് ആയിട്ടൊരു ക്യാരക്ടർ, ഒരു വലിയ ഹാക്കർ ഒരു ഫ്ലൈറ്റിനകത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ അത് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. സോ അങ്ങനെ ഒരാളെ പിടിക്കാൻ വേണ്ടി വേറൊരു പഴയ റിട്ടയർഡ് ആയിട്ടുള്ളൊരു അസാസിനെ അല്ലെങ്കിൽ ഒരു പഴയ സീക്രട്ട് ഏജൻറ്റിനെ അങ്ങോട്ടേക്ക് വിടുകയാണ് ആ ഫ്ലൈറ്റിലേക്ക്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ആരാണ് എന്താണെന്നും അറിയില്ല. അത് കൂടാതെ ആ ഫ്ലൈറ്റിനകത്ത് ഇവരെ കൂടാതെ ഒരുപാട് അസാസിൻസ് ഉണ്ട്. വേറെയും കുറേ ഈ ഒരു ബൗണ്ടി ഉള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് വേറെ കുറേ പേര് ഇവരെ പിടിക്കാനുണ്ട്. സോ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൂട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു കൂട്ടപ്പൊരിച്ചിലാണ് ഈ ഒരു പടത്തിൽ മുഴുവൻ കാണിച്ചു വരിക. ആൻഡ് ഇല്ലോജിക്കലായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ സിനിമയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുമെങ്കിലും മൊത്തത്തിൽ മേക്കിംഗ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ഒരു ക്ലോസ്ഡ് സ്പേസസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം യൂട്ടിലൈസ് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന പരിമിതികൾ എന്തൊക്കെയാണ്, അവിടെ ഉണ്ടാകുന്ന അവർക്ക് യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ വെച്ചിട്ടാണ് ഫൈറ്റ് മുഴുവൻ. അപ്പോൾ ചെറിയൊരു സ്പേസിൽ ചെറിയ സമയം കൊണ്ട് നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള ഫീൽ തരുന്നൊരു പടം. ജോഷ് ഹാർനെറ്റാണ് സിനിമയിൽ പ്രധാന വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ള ആളുടെ. ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ ട്രാപ്പ് എന്നൊരു പടം ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഓക്കെ മോഡലുള്ളൊരു പടമായിരുന്നു. പക്ഷേ ഇതിൽ നമുക്കൊരു അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ മാനേഴ്സും പിടിച്ചിട്ടുണ്ട്. കുറച്ചൊരു സിമ്പിളായിട്ട് ഒരു ടീഷർട്ടും ഒരു ഷോർട്ട്സ് ഇട്ടിട്ടാണ് ഈ ഒരു ക്യാരക്ടേഴ്സിലേക്ക് കയറുന്നത്. അല്ലാണ്ട് നമ്മൾ മറ്റേത് കാണുന്ന പോലെ ജാക്കറ്റൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് വരുന്നൊരു ഏജിലൊന്നല്ല. ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടർ. അവരെ മുന്നിൽ അടി ഉണ്ടായി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈവൺ അവരുടെ കോസ്റ്റ്യൂംസ് അടക്കം നമുക്ക് ശരി വരുന്ന രീതിയിലാണ്. ദെൻ ഒരുപാട് ഈ പറഞ്ഞ ഇല്ലോജിക്കലായിട്ട് സീക്വൻസുകൾ ഉണ്ടെങ്കിലും ആക്ഷൻ കോമഡി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്തതുകൊണ്ട് നന്നായിട്ട് തന്നെ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ഒരു ജോണറിനോട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരുപാട് സിനിമയിലുണ്ട്. സോ ആക്ഷൻ സീനുകൾ അല്ലെങ്കിൽ ആക്ഷൻ സെറ്റ് പീസസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഭയങ്കര കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അടുത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടെംപ്ലേറ്റിൽ പോകുന്ന ഒരു യൂഷ്വൽ കഥ തന്നെയാണെങ്കിലും 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ പടം. വലിയ വലിപ്പിക്കലോ വലിയ ബോറടിപ്പിക്കലോ ഒന്നുമില്ല. കഥ എന്താണെന്നൊക്കെ ഏകദേശം നമുക്കറിയാം. ഒരു ടിപ്പിക്കൽ കഥ തന്നെയാണ്. പക്ഷേ ആക്ഷന് വേണ്ടി ഇത് കാണാൻ പറ്റുന്ന ആക്ഷൻ സീക്വൻസുകളൊക്കെ നന്നായിട്ട് തന്നെ ഒരു കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. കുറേ വയലൻ്റ് ആയിട്ടുള്ള സീക്വൻസുകളുണ്ട്. ആൻഡ് ഈ ഗോസ്റ്റ് ആരാന്ന് കണ്ടുപിടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതടക്കം അവിടെ മുതലാണ് ഈ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുക. അത് നമുക്ക് ആരാന്നൊരു പിടുത്തില്ലാണ്ട് നമ്മൾ തീരെ പ്രഡിക്റ്റ് ചെയ്യാത്തൊരു ക്യാരക്ടറായിരിക്കും. സോ അവിടെ മുതൽ പിന്നെ നിങ്ങളുടെ സിനിമ എൻഗേജിങ് ആയിട്ട് പോകും. ദെൻ ഒരു സീക്വലിനോ അല്ലെങ്കിൽ ഇതൊരു ഫ്രാഞ്ചൈസ് ആയിട്ട് കൊണ്ടുപോകാനോ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. സോ ഒരു നല്ല വാച്ചായിരുന്നു എന്നെ സംബന്ധിച്ച് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നൊരു പടം. ഈ സിനിമ ഇപ്പോൾ ഐ തിങ്ക് ഡിജിറ്റൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടുത്തെ OTT പ്ലാറ്റ്ഫോംസിലൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്പി നോക്കിയപ്പോൾ ഈ സിനിമ അമേരിക്കയിലേക്ക് ഇറങ്ങാൻ പോകുന്നുള്ള മെയിലെന്തോ എങ്ങനെയോ ഈ സിനിമ വന്നിട്ടുണ്ട്. കണ്ടുവെക്കുക. കണ്ടുവരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.